ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാഹ് എനിക്ക് സുഖമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കുറേ പേര് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു. ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂർ പോലെ പോയ സ്ഥലത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനലുണ്ടല്ലോ അവരാണ് എടുത്തിട്ടത്. ഷോർട്ട് വീഡിയോ അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളത്ത് കൊച്ചിയിലാണ്. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. കാരണം പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലത്തെ ചെറുക്കനാണ്. അതിലിപ്പോൾ അതിൽ കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ കുറേ ചാനൽ ആര് എടുത്തിട്ടതാണ്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത്. പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ്. അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചിട്ട് താലി അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത്. പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. പിന്നെ വേറെ ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. ഹണി ട്രാപ്പ് അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു. അവൻ്റെ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കാണ് പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ് കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന്. പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരോടൊക്കെ ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് ചോദിക്കും. തെറ്റാണ് ചെയ്തത്. എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു. പക്ഷെ പിന്നെ 10-26 വയസ്സായ ചെക്കൻ്റെ ജീവിതം നീ തൊലച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല. ഒരിക്കലും ഞാനത് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ എൻ്റെ വായ കൊണ്ട് പറയാത്തിടത്തോളം കാലം ഒരിക്കലും അവൻ എന്നെ കല്യാണം കഴിച്ചു എന്നും ആവില്ല. ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു. പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു അവൾ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു, രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിന്നെ മെയിനായിട്ട് ഇത് എടുത്തിട്ടത് സൂഫി സഫർ ചാനലാണ്. അപ്പോൾ അയാളാണ് ഇത് മെയിനായിട്ട് എടുത്ത് പ്രചരിപ്പിച്ചത്. കാരണം അതിൻ്റെ ആവശ്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അയാൾ എന്നോട് വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ അയാളോട് ഇന്ന ആളാണ് എങ്ങനെയെന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷെ അയാളോട് വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അയാളാണ് വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ എന്താ പറയുക, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേറെ എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ.
വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ മറ്റന്നായിട്ട് ഇൻ്റർവ്യൂ വരും. അതിൽ നിങ്ങൾ കണ്ടോളി ഫുള്ള്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇൻ്റർവ്യൂ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ കാര്യങ്ങളും നിൻ്റെ ചാനൽ ഞാൻ എന്താ പറയുക ഇൻ്റർവ്യൂവിലാണല്ലോ ഈ കല്യാണത്തിനെ കുറിച്ച് ഫുൾ പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള തുറന്ന് പറച്ചിൽ ഞാൻ പറയുന്നുണ്ട്. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇതിനെ ചൊല്ലിയിട്ട് ഇനി വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നിങ്ങൾ പറയണവർക്ക് പറയാം. ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. ഷാജി ഇട്ട പുതിയ വീഡിയോ ആണ് കേട്ടോ. എന്തായാലും ഇതിന്റെ കമന്റ് ബോക്സ് പുള്ളിക്കാരി ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഓൺ ചെയ്തിരുന്ന നല്ല പണി കിട്ടുമെന്ന് പുള്ളിക്കാരത്തേക്ക് അറിയാം. ഓക്കെ, കല്യാണം കഴിഞ്ഞില്ല എന്നാണ് ഈ ഒരു ഷാജിദ ഇതില് 100 ആവർത്തി പറയുന്നത്. അപ്പൊ പിന്നെ ഇത്രയും നേരം കാണിച്ച പ്രഹസനങ്ങൾ എന്തൊക്കെയായിരുന്നു? അതും മെയിൻ സ്ട്രീം ചാനലിൽ വന്നിരുന്നാണ് കല്യാണം കഴിഞ്ഞു, മഹർ കെട്ടി, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ഈ പുള്ളിക്കാരി തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ എന്തിനാണ് ഈ ഒരു പ്രഹസനങ്ങൾ അത്രയും കാണിച്ചത്? വയനാട്ടിലൊക്കെ പോയിട്ടുണ്ട്. അതും ബോയ് ഫ്രണ്ടുമായിട്ടാണ് വയനാട്ടിൽ പോയിരിക്കുന്നത് അല്ലേ. എന്തായാലും ഇത്രയും പൊട്ടത്തരമൊക്കെ വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ അഹങ്കാരം എന്ന് പറയാൻ ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ തന്നെ 2-3 വീഡിയോ, അതായത് 3-4 വീഡിയോ ഇവരെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. നെഗറ്റീവ് പറയുന്നവർ അത്രയും എന്നെ തെറി വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എന്തിനാ തെറി വിളിക്കുന്നത്? അവര് പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഞാനും പറയുന്നത്. അല്ലാതെ ഞാൻ എന്റെ ഭാവനയിൽ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും അല്ല. ഇപ്പൊ ഈ ഒരു കാര്യം ഇപ്പൊ ഷാജിദ വന്ന് പറയണമെങ്കിൽ ഇതിന് പിന്നിലുള്ള കാര്യം മറ്റൊന്നുമല്ല, ഒരുപാട് തെളിവുകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷറഫ് അലിയുടെ ഫ്രണ്ട് അയച്ച മെസ്സേജും, അതുപോലെ തന്നെ ഒരു റൌഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, റൌഫാണോ റൌക്കാണോ എന്താണെന്ന് അറിയില്ല, ആ പേര് നാവിൽ വരുന്നില്ല, അതാ പ്രശ്നം. എന്തായാലും നമുക്ക് റൌഫ് എന്ന് തന്നെ വിളിക്കാം. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് മതി. അപ്പൊ റൌഫ് എന്ന് പറയുന്ന ആള്, അയാളും ഈ ഒരു മാല വാങ്ങിക്കാൻ കൊടുത്തിരുന്ന കാര്യങ്ങളും വോയിസ് റെക്കോർഡും എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. അപ്പൊ ഇതെല്ലാം പുറത്തു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷാജിദയ്ക്ക് മനസ്സിലായി ഇനി ഒട്ടും നിക്കക്കള്ളി ഇല്ലാത്ത ഒരവസ്ഥ തന്നെയാണ്. അപ്പൊ എന്തായാലും എന്തെങ്കിലും പറഞ്ഞ് പിടിച്ച് നിൽക്കണ്ടേ. അപ്പൊ അതിനുള്ള അടുത്ത പണിയാണ് എന്താണ്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെ എന്താ പറയുന്നത്, ആളുകളുടെ ശല്യം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അല്ല, ഇവരെന്ത് സെലിബ്രിറ്റി ആണോ? ഇങ്ങനെ പയ്യന്മാരും അല്ലെങ്കിൽ ആളുകളെല്ലാം ഇവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്നത് പോലെയുള്ള ആ ഒരു പറച്ചിലാണ് ഷാജിദ പറയുന്നത് തന്നെ കേട്ടാ. വിവാഹം കഴിക്കരുത്, കഴിക്കുക എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് അവർക്ക് തീരുമാനിക്കാം ആരെ വേണം വിവാഹം കഴിക്കാം. ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് രണ്ടാമതൊരു വിവാഹം കഴിക്കരുതെന്ന് ഈ സമൂഹം ആരോടും പറയുന്നില്ല. അവര് പറയണത് നിനക്ക് ആവശ്യമുണ്ടോ, നിനക്ക് തുണ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ, അതനുസരിച്ചുള്ള ഒരാളെ കണ്ടെത്തി നീ തന്നെ വിവാഹം കഴിക്കുക എന്നാണ്. ആ ഒരു കല്യാണം കഴിക്കരുത് എന്ന് പറയാനുള്ള ഒരു അർഹതയും മറ്റുള്ളവർക്കില്ല അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ മനസ്സിൽ നല്ല ദേഷ്യം ഷാജിദയോട് കാണുമെന്നുള്ള കാര്യം 100% ഉറപ്പ്. ഇനി ഇതിന്റെ പടിയിൽ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ അത് ഷാജിദയുടെ PR വർക്ക് ചെയ്യുന്ന ആളുകളെന്നേ ഞാൻ പറയുള്ളൂ അല്ലേ. കാരണം ഇത്രയും കേട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പതാ അവരൊക്കെ വിഡ്ഢികളാക്കും പോലെയാണ് ഇപ്പൊ ഷാജിദ എന്ന് പറഞ്ഞത്. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം കഴിച്ചു എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ, വെറുതെ പറഞ്ഞതാ, എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ ഞാൻ ചെയ്തത് എന്നുള്ളത്. എന്താ ഇതൊക്കെ അതും മറ്റൊന്നുമല്ല. അല്ല, ഈ മെയിൻ സ്ട്രീം ചാനലുകാർ ഇതൊന്നും നോക്കാതെയാണ് ഇവരുടെ ഇന്റർവ്യൂ ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. എന്തായാലും പുള്ളിക്കാരത്തി കക്കാനും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൽക്കാനും പഠിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വന്ന് ഓരോന്ന് കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും അവരുടെ കമന്റ് ബോക്സ് ഓഫാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഇവിടെ വന്ന് കമന്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഇനി ഇവരെ കുറിച്ച് ഇനി വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ ഇതോടങ്ങ് നിർത്തണോ എന്നുള്ള കാര്യം എനിക്ക് തീരുമാനിക്കണ്ടേ. കാരണം എനിക്കും മടുത്ത് ഈ ഒരു വിഷയം ഇട്ടിട്ട് ഞാനും മടുത്തുപോയി. അത്രത്തോളം എന്താ പറയുന്ന വെച്ചാൽ ഒരു എൻഡിങ് ഇല്ലാത്ത ഒരു പരിപാടി പോലെ ആയിപ്പോ. ഞാൻ ഇതോടെ അങ്ങ് നിർത്താന്നുള്ള കഴിഞ്ഞ വീഡിയോട് കൂടി അങ്ങ് വിചാരിച്ചതാണ് ഇനി ഇവരെ കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല, നിർത്താന്. പക്ഷെ ഇതാ കിടക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് അവർ വന്നിരിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്? ശരിക്കും നല്ല ദേഷ്യത്തോട് തന്നെയാണ്. കാരണം എന്താണ്, കല്യാണം കഴിച്ചെങ്കിൽ അത് എന്തുകൊണ്ട് ധൈര്യത്തോട് പറയുന്നില്ല? ഈ വ്യക്തി ഇതാണ്, അത് എന്തുകൊണ്ട് ധൈര്യത്തിൽ പറയുന്നില്ല? അതൊക്കെ എന്തൊക്കെ ഒളിപ്പിക്കാനുള്ള കുറേ മറകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ ഉള്ള പൊട്ടത്തരങ്ങൾ അത്രയും വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരു സത്യവും ഇല്ല എന്നുള്ള കാര്യം കാണുന്ന, അതായത് അരി ആഹാരം കഴിക്കുന്ന ഓരോ മലയാളികൾക്ക് വരെ തോന്നിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതും ഇവിടെ നിർത്തുന്നു. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് അത്രേ പറയാനുള്ളൂ.